2027 യു പിയിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ്. യു പിയിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJPയെ തകർക്കാൻ വേണ്ടി രാഹുൽ ഗാന്ധി ഇറങ്ങിയിരിക്കുന്നു. തന്റെ മണ്ഡലമായ റായ്ബറേലിയിൽ വെച്ച് നടത്തിയ പത്രസമ്മേളനത്തിൽ അദ്ദേഹം യോഗി സർക്കാരിനെ നിശിതമായി വിമർശിച്ചു. തൊഴിലില്ലായ്മ യു പിയുടെ ഒരു വലിയ പ്രശ്നമാണ്. മറ്റൊന്ന് ദളിതർ അനുഭവിക്കുന്ന പ്രശ്നമാണ്. ദളിതരാണ് യു പിയിലെ ശുചീകരണ തൊഴിലാളികളിൽ ഏറെ. അവർക്ക് എന്തെങ്കിലും അപകടത്തിൽപ്പെട്ടാൽ രക്ഷാപ്രവർത്തനത്തിലുള്ള ഉപകരണങ്ങൾ പോലും നൽകുന്നില്ല. ഇതൊക്കെ ചൂണ്ടിക്കാട്ടിയാണ് യോഗിക്കെതിരെ ആഞ്ഞടിച്ചിരിക്കുന്നത് രാഹുൽ ഗാന്ധി. മാത്രമല്ല, കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യ മുന്നണി ശക്തമായ മുന്നേറ്റമാണ് യു പിയിൽ കാഴ്ചവെച്ചത്. അതിന് പ്രധാന കാരണം രാഹുൽ ഗാന്ധിയുടെ സാന്നിധ്യം തന്നെയാണ്. പക്ഷെ അതിനുശേഷം നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ ഇന്ത്യ മുന്നണിയിൽ പടഞ്ഞപ്പിണക്കങ്ങൾ ഉണ്ടായി. സമാജ്വാദി പാർട്ടിയും കോൺഗ്രസും അകന്നു. അതുകൊണ്ട് തന്നെ BJP ഉപതെരഞ്ഞെടുപ്പുകളിൽ വിജയിച്ചു കയറി. 2027 ഏത് ശക്തിയും ഉപയോഗിച്ച് യു പി പിടിച്ചെടുക്കുക, ഇതാണ് രാഹുൽ ഗാന്ധി മെനയുന്ന തന്ത്രം. യു പിയിലെ കോൺഗ്രസ് നേതാക്കളോട് പ്രവർത്തനത്തിലേക്ക് ഇറങ്ങാൻ രാഹുൽ ഗാന്ധി ആഹ്വാനം ചെയ്തിരിക്കുന്നു. യു പി പിടിക്കാൻ ഇപ്പോഴേ ഇറങ്ങണം എന്നാണ് രാഹുൽ ഗാന്ധി പറഞ്ഞിരിക്കുന്നത്. മാത്രമല്ല, പട്ടികജാതി പട്ടിക വർഗക്കാർക്കിടയിൽ കോൺഗ്രസുകാർ ഇറങ്ങിച്ചെന്ന് നല്ല പ്രവർത്തനം കാഴ്ചവെക്കാനും അവരുടെ വോട്ടുകൾ സമാഹരിക്കാനും രാഹുൽ ഗാന്ധി പറഞ്ഞിരിക്കുന്നു. യു പിയിൽ ഇന്ത്യ മുന്നണി ശക്തമായ പോരാട്ടമാണ്, ശക്തമായ രീതിയിലുള്ള മുന്നേറ്റമാണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നടത്തിയത്. അതിനുശേഷം ഒരുമിച്ച് നിന്നിരുന്നെങ്കിൽ അതിനുശേഷം വന്ന ഉപതെരഞ്ഞെടുപ്പുകളിൽ ഇന്ത്യ മുന്നണി പരാജയപ്പെടില്ലായിരുന്നു. സമാജ്വാദി പാർട്ടി നേതാവ് അഖിലേഷ് യാദവും രാഹുൽ ഗാന്ധിയും തമ്മിലുള്ള അകൽച്ചയൊക്കെ യു പിയിലെ ഇന്ത്യ മുന്നണിയെ കാര്യമായി ബാധിച്ചു. ഇപ്പോൾ ആ അകൽച്ച മാറ്റാൻ കൂടിയാണ് രാഹുൽ ഗാന്ധി എത്തിയിരിക്കുന്നത്. യു പി പിടിച്ചാൽ ഇന്ത്യ പിടിച്ചു എന്നാണ് അർത്ഥം. അതുകൊണ്ട് തന്നെ യു പിയിൽ ഒരുപാട് പ്രതീക്ഷ വയ്ക്കുന്നു രാഹുൽ ഗാന്ധി. 2027 നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ യോഗി മത്സരിക്കുമോ ഇല്ലയോ എന്നത് അവ്യക്തമാണ്. കാരണം യോഗിയും മോദിയും തമ്മിൽ പഴയ ഊഷ്മളമായ ബന്ധമൊന്നുമില്ല. യോഗിയെ മാറ്റി മറ്റൊരു നേതാവിനെ BJP പരീക്ഷിച്ചാൽ അത് RSS സ്വീകരിക്കുമോ എന്ന ചോദ്യവും ബാക്കിയാവും. ഇതൊക്കെയാണ് യു പിയിലെ ഇപ്പോഴത്തെ രാഷ്ട്രീയ കാലാവസ്ഥ. യു പിയിലെ ഏറ്റവും ശക്തമായ പാർട്ടി, പ്രതിപക്ഷ പാർട്ടി സമാജ്വാദി പാർട്ടി തന്നെയാണ്. BSP അടക്കമുള്ള പാർട്ടികളൊക്കെ തകർന്ന് തരിപ്പണമായി കഴിഞ്ഞു. സമാജ്വാദി പാർട്ടി ശക്തമായ രീതിയിൽ നിൽക്കുന്നു. യു പി ഒരു കാലത്ത് കോൺഗ്രസിന്റെ തട്ടകമായിരുന്നു. കോൺഗ്രസിന് യു പിയിൽ ശക്തി പ്രാപിക്കാൻ, അല്ലെങ്കിൽ വീണ്ടും കോൺഗ്രസിനെ ഉയർത്തെഴുന്നേൽപ്പിക്കാൻ രാഹുൽ ഗാന്ധി തന്നെ എത്തുമ്പോൾ അവിടുത്തെ കോൺഗ്രസുകാരും ആവേശത്തിലാണ്. യു പിയിൽ കോൺഗ്രസ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മിന്നുന്ന പ്രകടനമാണ് കാഴ്ചവെച്ചത്. സ്മൃതി ഇറാനിയെ തോൽപ്പിച്ച് കിശോർലാൽ ശർമ്മ അമേഠിയിൽ വിജയിച്ചത് കോൺഗ്രസിന്റെ വൻ വിജയമാണ്. റായ്ബറേലിയിൽ വലിയ ഭൂരിപക്ഷത്തിലാണ് രാഹുൽ ഗാന്ധി ജയിച്ചു കയറിയത്. എന്തായാലും യു പി പിടിക്കാൻ ഇപ്പോഴേ ഒരുങ്ങിയിരിക്കുന്നു രാഹുൽ ഗാന്ധി. BJP സർക്കാരിന്റെ കൗണ്ട് ഡൗൺ തുടങ്ങിക്കഴിഞ്ഞു.